നമസ്തേ. ക്ഷേത്രങ്ങളെ സർക്കാരുകളുടെ നിയന്ത്രണത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ആവശ്യമുയർത്തി ധർമ്മസൻസദ്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് സനാതന ബോർഡ് രൂപീകരിക്കണം എന്ന സന്യാസി സമ്മേളനം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. ബോർഡിന്റെ ചട്ടക്കൂടിനും യോഗം രൂപം നൽകി. ഇതനുസരിച്ച് രാജ്യത്തെ 4 ശങ്കരാചാര്യന്മാരാകും ബോർഡിന്റെ രക്ഷാധികാരികളായി ഉണ്ടാകുക. 5000-ഓളം സന്യാസിമാരാണ് ധർമ്മസൻസദിൽ പങ്കെടുത്തത്. സന്ത് ദേവകി നന്ദൻ ഠാക്കൂർ, നിംബാർക്ക് പീഠാധീശ്വർ, ജഗദ്ഗുരു ആചാര്യ ശ്രീരാം ശ്യാം ചരൺ ശ്രീജി മഹാരാജ്, ജഗദ്ഗുരു രാഘവാചാര്യ, ജഗദ്ഗുരു വല്ലഭാചാര്യ, മഹന്ത് രാജുദാസ്, സാധ്വി പ്രാചി, ജഗദ്ഗുരു വിദ്യാഭാസ്കർ, ചിന്മയാനന്ദ് ബാപ്പു, മഹന്ത് രാജുദാസ്, സാധ്വി സരസ്വതി, ജഗദ്ഗുരു സൂര്യാചാര്യ തുടങ്ങിയവർ ഇതിൽ സന്നിഹിതരായിരുന്നു. വഖഫ് ബോർഡിന്റെ അംഗീകാരം റദ്ദാക്കണം എന്ന് ധർമ്മസൻസദിനെ അഭിവാദ്യം ചെയ്ത സന്ത് ദേവകി നന്ദൻ ഠാക്കൂർ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദുക്കൾക്ക് ബോർഡില്ല. ഭാരതം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് വഖഫ് ബോർഡിന് അനുമതി ലഭിച്ചു. എന്നാൽ അവർക്ക് നിയമങ്ങൾക്ക് മീതെ പറക്കാനാണ് അവർ മോഹിക്കുന്നത്. അത് ഏതൊരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കുംഭമേള നഗരിക്കുമേൽ പോലും അവർ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇത്തരം വങ്കത്വം നോക്കിയിരിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സനാതന ബോർഡ് രാജ്യത്തുടനീളം നടപ്പാക്കണം. എല്ലാ വലിയ ക്ഷേത്രങ്ങളിലും ഗോശാല സ്ഥാപിക്കണം. മതപരിവർത്തനം തടയാൻ പാവപ്പെട്ട ഹിന്ദു കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം മുന്നോട്ട് വച്ചു. അതേസമയം ഈശ്വരന് എന്ത് വഴിപാട് നൽകണമെന്ന് സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും തീരുമാനിക്കുന്ന രീതി അവസാനിപ്പിച്ചേ മതിയാകൂ എന്നും പശുക്കൾ റോഡിൽ അലഞ്ഞു തിരിയാൻ ഉള്ളവയല്ല എന്നും ക്ഷേത്രത്തിലെ പണം കൊണ്ട് വിദ്യാലയങ്ങളും ആശുപത്രികളും നിർമ്മിക്കും എന്നും നാരായണന്റെ സ്വത്ത് നരസേവയ്ക്കായി വിനിയോഗിക്കണം എന്നും സന്ത് ദേവകി നന്ദൻ ഠാക്കൂർ പറഞ്ഞു.